നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർട്ടി ഓഫീസ് കെട്ടാൻ വീട് പണയപ്പെടുത്തി വായ്പ എടുത്തുകൊടുത്ത പ്രവർത്തകനും കുടുംബവും ഇപ്പോൾ പെരുവഴിയിൽ. വീട് ജപ്തിയുടെ വക്കിൽ, സഖാവ് വാടക വീട്ടിലും. തൊടുപുഴയിൽ CPM ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിനായാണ് വീട് പണയം വെച്ച് പണം എടുത്തുകൊടുത്തത്. ലക്ഷങ്ങൾ പാർട്ടിക്ക് നൽകിയെങ്കിലും 2.5 വർഷം കഴിഞ്ഞിട്ടും മുഴുവൻ തുകയും തിരികെ ലഭിച്ചില്ല. സംഭവം സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്ന് പ്രവർത്തകന്റെ ആരോപണം. തൊടുപുഴ ഈസ്റ്റ് ഏരിയ മുൻ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ മുഹമ്മദ് ഫൈസലിന്റെ ആവശ്യപ്രകാരമാണ് ഇടുക്കിയിലെ ഒരു CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം തന്റെ വീട് പണയം വെച്ച് 2023 ജനുവരിയിൽ 8.5 ലക്ഷം രൂപ പാർട്ടിക്ക് നൽകിയത്. 3 മാസത്തിനകം മുഴുവൻ തുകയും തിരികെ നൽകാമെന്ന് വാക്ക് നൽകിയിരുന്നുവെങ്കിലും അത് പാലിക്കപ്പെട്ടില്ല. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന വീട് നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ഇവരുള്ളത്. മാതാപിതാക്കളും ചെറിയ കുട്ടിയും അടങ്ങുന്ന കുടുംബം വാടക വീട്ടിലേക്ക് മാറിയെന്നും ദുരിതത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നതെന്നും സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ പ്രവർത്തകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വീട് നഷ്ടപ്പെടുമെന്ന വലിയ ആശങ്കയാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ വേട്ടയാടുന്നത്. 2021 ഏപ്രിലിലാണ് CPM പ്രവർത്തകൻ 6 സെന്റ് വാങ്ങിയത്. മുതലക്കോടം സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് അടുത്ത വർഷം ജനുവരിയിൽ 10 ലക്ഷം രൂപ വായ്പയെടുത്ത് വീട് വെച്ചു. വായ്പ പുതുക്കാനിരിക്കെയാണ് പാർട്ടിക്ക് പണത്തിനായി വായ്പാ തുക 10 ലക്ഷം രൂപ കൂട്ടിവെക്കണമെന്ന് ഫൈസൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഫൈസൽ വാക്ക് പാലിച്ചില്ല എന്നും തന്റെ വീട് നഷ്ടപ്പെടും എന്നുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ മുന്നിലുള്ളതെന്നും പാർട്ടി എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടണമെന്നും തനിക്ക് നീതി കിട്ടണം എന്നുമാണ് പ്രവർത്തകൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പല തവണകളായി 4.65 ലക്ഷം രൂപ തിരികെ നൽകിയെങ്കിലും പലിശ കൂടാതെ 3.85 ലക്ഷം ഇനിയും നൽകാനുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വീട് വിൽക്കേണ്ട സാഹചര്യം ഇപ്പോൾ മുന്നിലുള്ളതെന്നും അല്ലാതെ മറ്റു പോംവഴികൾ തനിക്കില്ല എന്നും പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. സംഭവം സംബന്ധിച്ച് കഴിഞ്ഞ മെയ് 5-ന് ജില്ലാ സെക്രട്ടറി CV വർഗീസിന് പ്രവർത്തകൻ കത്ത് നൽകിയിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്ന് മെയ് 23-ന് തിരുവനന്തപുരത്തെ AKG സെന്ററിലെത്തി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പരാതി നൽകി. ഇടുക്കിയിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കളെയും ഈ കുടുംബം കണ്ടിരുന്നു. പ്രശ്നം ജില്ലയിൽ പരിഹരിക്കാമെന്ന് സംസ്ഥാന നേതൃത്വം അറിയിച്ചുവെങ്കിലും ജില്ലാ നേതൃത്വം ഇത് അവഗണിക്കുകയായിരുന്നു. പാർട്ടിക്കുള്ളിൽ വിഷയം ചർച്ചയ്ക്കെടുക്കാനോ അന്വേഷിക്കാനോ പോലും ആരും തയ്യാറായില്ല. വാങ്ങിയ പണമെല്ലാം തിരികെ നൽകിയെന്ന മുഹമ്മദ് ഫൈസലിന്റെ വിശദീകരണം അംഗീകരിച്ച് പരാതി പൂഴ്ത്തുകയായിരുന്നുവെന്ന് ആരോപണം ശക്തമാകുന്നു. എല്ലാവർക്കും വീട് എന്ന് സർക്കാർ ലക്ഷ്യമുയർത്തിക്കാട്ടുന്നതിനിടയിലാണ് കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മന്ദിരം നിർമ്മാണത്തിനായി വീട് പണയം വെച്ച പ്രവർത്തകന്റെ ദുരിതം പുറത്തു വന്നിരിക്കുന്നത്. ഇവർക്ക് നീതി ലഭിക്കണമെന്നും വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് നിരവധി പാർട്ടി പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം ഇതാണ്: ഈ പല ആവശ്യങ്ങൾക്കെന്ന് പറഞ്ഞുകൊണ്ട് ബക്കറ്റ് പിരിവും ഫണ്ട് പിരിവും ഒക്കെ നടത്താറുണ്ടല്ലോ, ഈ പണമൊക്കെ എവിടേക്കാണ് പോകുന്നത്? ആരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത്? പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് ഒരു പാവപ്പെട്ട പ്രവർത്തകന്റെ വീട് പണയം വെച്ച പൈസ വേണോ CPMന്? തൊഴിലാളി പാർട്ടി, പാവപ്പെട്ടവന്റെ പാർട്ടി എന്നൊക്കെ സ്വയം ഗീർവാണം അടിക്കുകയും ചെയ്യും. എന്നാൽ സ്വന്തം പാർട്ടി പ്രവർത്തകന്റെ വരെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന നിലപാടാണ് ഇപ്പോൾ CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ആ പാർട്ടി പ്രവർത്തകനോട് വീട് പണയപ്പെടുത്തി ലക്ഷങ്ങൾ എടുത്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടത്? ഇത് പാർട്ടി അറിഞ്ഞ് അല്ലെങ്കിൽ ഉന്നത നേതൃത്വം അറിഞ്ഞു നടന്ന കാര്യമാണോ? അതോ ആ പാവപ്പെട്ടവനെ ഈ ജില്ലാ നേതൃത്വത്തിലെ കുറെ ആൾക്കാർ പറ്റിച്ചതാണോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. നീതി ഉറപ്പാകണം എന്നുള്ള ആവശ്യം ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. MV ഗോവിന്ദനെ ഉൾപ്പെടെ കണ്ടിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കാശ് തട്ടിയവരുടെ കൂട്ടത്തിലാണ് പാർട്ടി നിൽക്കുന്നത് എന്ന് വേണം കരുതാൻ. അല്ലായിരുന്നുവെങ്കിൽ ആ പാർട്ടി പ്രവർത്തകന്റെ പരാതിയിൽ ഇതിനോടകം തന്നെ നടപടി സ്വീകരിച്ച് ഫൈസലിൽ നിന്ന് തന്നെ പണം ഈടാക്കി തിരികെ കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ അതുപോലെയുള്ള ഒരു നീക്കവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ വിഷയം പൂഴ്ത്തിവെക്കാനാണ് പാർട്ടി പരമാവധി ശ്രമിക്കുന്നത് എന്നുള്ള ആരോപണം ശക്തമാകുകയാണ്. സ്വന്തം പാർട്ടിയിലുള്ളവർക്ക് പോലും നീതി ഉറപ്പാക്കാൻ കഴിയാത്ത നിങ്ങൾ എങ്ങനെയാണ് ഈ സമൂഹത്തെ അങ്ങ് ഉദ്ധരിക്കുമെന്ന് പറയുന്നത്? ഇത്രയും നീതികേട് പാടില്ല. ആ പാവപ്പെട്ടവൻ പറയുന്നുണ്ട് തനിക്ക് ആകെയുള്ള കിടപ്പാടമാണ് അത് പോയി കഴിഞ്ഞാൽ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന്. കാരണം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ആ വീട്. എന്നിട്ടും തന്റെ പാർട്ടിക്ക് ഒരു ആവശ്യം വന്നപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ അത് പണയപ്പെടുത്തി പണം കൊടുക്കാൻ അയാൾ തയ്യാറായി.
അത് തിരികെ കിട്ടും എന്നുള്ള തൻ്റെ പ്രസ്ഥാനത്തോടുള്ള വിശ്വാസത്തിലാണ് അത് ചെയ്തത്. പക്ഷേ ആ മനുഷ്യന്റെ വിശ്വാസത്തെയാണ് നിങ്ങളിപ്പോൾ തച്ചു തകർത്തിരിക്കുന്നത്. നീതി ഉറപ്പാക്കാൻ ഇനിയെങ്കിലും നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള സാധാരണക്കാരായ പ്രവർത്തകർ ഈ പാർട്ടിയോട് അകന്നുപോകും. ഈ പാർട്ടി ചതിക്കുകയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ വീട് നഷ്ടപ്പെട്ടു പോയി, ആ കുടുംബം എന്തെങ്കിലും ഒന്ന് ചെയ്തു പോയി കഴിഞ്ഞാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഈ പാർട്ടിക്കായിരിക്കും. എത്രയും പെട്ടെന്ന് ആ പാർട്ടി പ്രവർത്തകന് നീതി ഉറപ്പാക്കാനുള്ള നടപടികളാണ് പാർട്ടി ചെയ്യേണ്ടത്. അല്ല വേട്ടക്കാർക്കൊപ്പം നിൽക്കാനാണ് എന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം കണക്ക് പറയേണ്ടി വരുന്ന ഒരു ദിവസമുണ്ടാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.